ഇഷ ഇളവിനെ സംബന്ധിച്ചുള്ള മന്ത്രിസഭാ തീരുമാനം കാണാനിടയായി. അതിൽ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അത് ഒരുപാട് വലിയ ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് 10 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികൾ അത് പകുതി ശിക്ഷ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ അവരെ റെമിഷൻ കൊടുത്ത് ബാക്കിയുള്ള റെമിഷൻ കൊടുത്ത് വെളിയിലേക്ക് വിടുന്നതാണ് ആ തീരുമാനം. അപ്പോൾ അതിനകത്ത് ഒരു രസകരമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ 10 വർഷം ശിക്ഷിച്ച ഒരു പ്രതിയെ 5 വർഷം ശിക്ഷാ കാലാവധിയാക്കി പൂർത്തിയാകുമ്പോൾ അയാളെ വെറുതെ വിടണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ 10 വർഷം ശിക്ഷിക്കേണ്ട കാര്യമില്ല, അയാളെ 5 വർഷം ശിക്ഷിച്ചാൽ പോരായിരുന്നു എന്ന് നമുക്ക് തോന്നും. സ്വാഭാവികമാണ്. പിന്നെ ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞത്, അതായത് ആദ്യമായിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യുന്നവരായിരിക്കണം. അതായത് വേറെ ഫസ്റ്റ് ഒഫൻഡർ. കാരണം മറ്റ് കുറ്റകൃത്യങ്ങളിലൊന്നും അവർ നേരത്തെ ഏർപ്പെട്ടിരിക്കരുത്, അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കരുത്, ആൻറ്റിസിഡൻസ് ഒന്നും കാണരുത്. അതാണ് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ അവരെ മാനസിക പരിവർത്തനം, അതായത് നമ്മുടെ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഒരാളെ കറക്റ്റ് ചെയ്തെടുക്കുക, റിഫോം ചെയ്തെടുക്കുക. അതിനാണ് ഈ ആളുകളെ തടവ് ശിക്ഷ കൊടുത്ത് അങ്ങോട്ട് വിടുന്നത് കേട്ടോ. പലപ്പോഴും ശിക്ഷ കൊടുത്ത് വിടുമ്പോൾ അവരെ റിഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റെഫർമേറ്റീവ് തിയറിയിൽ വരും അത്. കാരണം അവർ ഒരു മാനസിക രോഗമാണ് ക്രൈം. ആ മാനസിക രോഗത്തിന് അവരെ ഈ ജയിലിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുമ്പോൾ മാനസിക പരിവർത്തനം ഉണ്ടായിട്ട് അവർ നന്നായി വെളിയിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും അത് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായി മാറുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ ഒരു ചെറിയ പെറ്റി മോഷണം കേസിൽ ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ട് ജയിലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അവൻ നല്ല ഒന്നാന്തരം കള്ളനായിട്ടാണ് പിന്നെ വെളിയിൽ ഇറങ്ങുന്നത്. ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷം 4 വർഷം ശിക്ഷ കിട്ടിക്കഴിഞ്ഞ് അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ അവൻ നല്ല ഒന്നാന്തരം കള്ളനായിട്ടാണ് വെളിയിറങ്ങുന്നത്. കാരണം മറ്റ് നല്ല മോഷ്ടാക്കളുമായിട്ടുള്ള സഹവാസം ഇവർക്ക് കിട്ടും. നൂതനമായ അതായത് അവരുടെ ഈ ജോലി ഏത് വിധത്തിലൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് അവർ റിസർച്ച് നടത്തിയേക്കുന്നവന്മാർ അവിടെ കിടപ്പുണ്ട് ജയിലിൽ. അപ്പോൾ അവർ ഇവന് നല്ല ക്ലാസ് കൊടുത്ത് റെഡിയാക്കി ഇവനെ ഒന്നാന്തരം കള്ളനാക്കി അഴിഞ്ഞ് വിളി. അത് ആകെപ്പാടെ ഒരു ചെറിയ കള്ളം നടത്തിയതായിരിക്കും. പക്ഷേ അവിടെ ശിക്ഷ അനുഭവിച്ച് അവിടെ ചെന്ന് പോയാൽ ഒരു 6 മാസത്തിൽ കൂടുതൽ അവിടെ കിടക്കുന്നവൻ 3 തരം അവൻ നല്ല കള്ളനായിട്ടായിരിക്കും വെളിയിൽ ഇറങ്ങുന്നത്. അത് മോഷണ കേസുകളിലെ പ്രതികൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും ചിലപ്പം അതായത് ഈ പൾസർ മോട്ടോർ ബൈക്ക് ഒരു കാലത്ത് അത് മാത്രം മോഷിക്കുന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ തുടങ്ങിയത് എങ്ങനെ, അവനെ കൈധരിക്കുമെന്ന് അവൻ പറയുന്നത് ഇത് കാണുമ്പം. പൾസർ അത് ആരുടെ വണ്ടി ആയാലും എവിടെ ഇരുന്നാലും അവൻ എടുത്തുകൊണ്ട് പോകും. അതിനുള്ള കഴിവുണ്ട് അവന്. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിൻ്റെ അതിൽ നിന്ന് ആ വയർ ഇങ്ങോട്ട് പിടിവിച്ച് അത് കൊണ്ടുവന്ന് അത് രണ്ടും കൂടെ ഷോർട്ടാക്കി റെഡിയാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെയുള്ള അത് കൊള്ളാവുന്ന ഒരു വീട്ടിലൊരു പയ്യനായിരുന്നു കേട്ടോ. അവൻ നല്ല കള്ളനായിട്ട് അങ്ങ് മാറി. പിന്നെ എത്രയോ 500-ൽ പരം ബൈക്കുകൾ അവൻ മോഷിച്ചിട്ടുണ്ട്. അവനെങ്ങനെ നന്നാക്കാൻ പറ്റും? എന്താ അവൻ്റെ മാനസിക പരിവർത്തനം? ഒരെണ്ണത്തിൽ ഒന്ന് ജയിലിൽ പോയതാണ്, അവൻ ബാക്കി നല്ല മെച്ചപ്പെടുത്തി ആ പ്രോഗ്രാം നല്ല വൃത്തിയായിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയതവന്. എന്ന് പറഞ്ഞ പോലെ ഈ റെഫർമേഷനൊന്നും ജയിലിൽ നിന്ന് ഒരിക്കലും നടക്കുന്നതല്ല. ഒരു കറക്ഷൻ എന്ന് പറയുന്ന ഒന്നും അവിടെ നടക്കത്തില്ല. സമൂഹത്തിൽ നിന്ന് അതായത് അവൻ ചെയ്ത കുറ്റകൃത്യത്തിന് വേണ്ടി ഒരു ശിക്ഷ എന്നുള്ളതല്ലാതെ അതൊരു കറക്ഷനായിട്ടൊന്നും നമ്മളിപ്പോൾ അവിടെ കാണുന്നില്ല. അതിന് കറക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വേറെ ഒരുപാട് മെക്കാനിസം നമ്മൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് സോഷ്യൽ സർവീസ്. അവർ ഒരു കാര്യം ചെയ്യുക, അവരെ ആശുപത്രി വൃത്തിയാക്കുക. അതേപോലെ തന്നെ അതായത് പബ്ലിക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇവർ ഇവന്മാർ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് അവിടെ പോയി നിന്ന് ആശുപത്രി ഒക്കെ വൃത്തിയാക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും ഒക്കെ ഈ ആളുകളെല്ലാം കാണും. അങ്ങനെയൊക്കെ ഒരു ചമ്മലെങ്കിലും അവർ ഉണ്ടാവും. അങ്ങനെങ്കിലും ചിലപ്പോൾ നന്നായെന്നിരിക്കും. പൊതുപ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം. കാരണം അവിടെ ഈ ജയിലിൽ എന്തായാലും ഇവർ ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കും. മാത്രമല്ല അവിടുത്തെ ഈ ജയിൽ ഡേയ്സ് അവധി ദിവസങ്ങളെല്ലാം ഇവരുടെ ഈ ശിക്ഷയിൽ നിന്ന് കുറയും. അപ്പം ഈ പകുതി കാലാവധി പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, ഈ 5 വർഷം ഒരു 3 വർഷം ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 5 വർഷത്തെ ഇടപാടാവും. അപ്പോൾ
10 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി യഥാർത്ഥത്തിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ ഈ കണക്കനുസരിച്ച് അവൻ ഇറങ്ങി വരും. അത് ബ്ലൈൻഡായിട്ട് എല്ലാ കാര്യത്തിലും ഒന്നും നടപ്പാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഇതിനകത്ത് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇതിനകത്തിപ്പോൾ ബലാത്സംഗം, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ, അത് പോക്സോ കേസിലെ പ്രതികൾ, അതേപോലുള്ളവർക്കൊന്നും ഈ റെമിഷൻ കിട്ടുന്നതല്ല എന്ന് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആസിഡ് അറ്റാക്ക് കാര്യമാണ്. കാരണം ഒരു കാരണവശാലും ആ ഒഫൻസ് നടത്തുന്നവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാടെണ്ണം ഉണ്ട്. അത് അവർക്ക് റെമിഷനൊന്നുമില്ല, ഇതേപോലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ 307 എന്ന് പറയുന്ന വധശ്രമം നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ 304 എന്ന് പറയുന്ന, അതായത് ഡവറിയിടത്തിനകത്ത് ഇത് വരത്തില്ല, കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ്. 304B വരത്തില്ല. അതായത് 304-നകത്ത് വരുന്ന ഒഫൻസുകൾ, അതായത് ചില നരഹത്യ, അത് നരഹത്യയാണ്, കുറ്റകരമായ നരഹത്യയാണ്, കൾപ്പബിൾ ഹോമിസൈഡ്, പക്ഷേ നോട്ട് അമൗണ്ടിങ് ടു മർഡർ, കൊലപാതകമാവുന്നില്ല. അങ്ങനെയുള്ളതിന് 304 പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. പാർട്ട് 1-ലാണെങ്കിൽ ജീവപര്യന്തം വരെ അതിന് തടവ് കൊടുക്കാം. പാർട്ട് 2 ആണെങ്കിൽ അത്രയില്ല, 10 വർഷം വരെ കൊടുക്കാം. പക്ഷേ ഒരിക്കലും പാർട്ട് 2-ൽ വരുന്ന കേസിന് ഒരാൾ കൊല്ലപ്പെട്ടതാണ്. കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകമാവുന്നില്ല, ഒരാൾ ഇവൻ്റെ കൈ കൊണ്ട് മരിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് ഒക്കെ കൊടുക്കുന്നത് എന്താണെന്നറിയും, ഒരു 2 വർഷം അതിൻ്റെ ഒരു നേച്ചർ നോക്കിയിട്ട് കോടതിക്ക് ആ ശിക്ഷ തീരുമാനിക്കുമ്പോൾ ഒരു 2 വർഷം മുതൽ ഒരു 6 വർഷം വരെ 5 വർഷം വരെയൊക്കെ കൊടുക്കും. അതേ കൊടുക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള കേസിലെ പ്രതിക്ക് അവൻ പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ വിടണമെന്നാണ് ഈ പറയുന്നത്. അത് വളരെ തെറ്റായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇപ്പോൾ 304-ൻ്റെ, അതായത് 299 അനുസരിച്ചുള്ള കൾപ്പബിൾ ഹോമിസൈഡ് നടത്തിയ ഒരു പ്രതി, അവൻ 304 പാർട്ട് 2-ൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അവന് കൊടുക്കുന്ന ശിക്ഷ മിക്കവാറും ഒരു 5 വർഷത്തിൽ കൂടുതൽ കൊടുക്കത്തേ ഇല്ല. അതിന് 5-6 വർഷം മാക്സിമം, അതിൽ കൂടുതലൊന്നും കൊടുക്കാറില്ല. അങ്ങനെ വരുന്ന ഉടനെ അവന് ഒരു 2 വർഷം കഴിയുമ്പോൾ അവൻ ഇറങ്ങി നടക്കും. അപ്പോൾ ഈ മരിച്ച ആളുകളുടെ ആ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവരുടെ കുടുംബത്തിലെ ആളുകളുടെ വിഷമം, യവൻ മൂലം മരണപ്പെട്ട ആളിൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാരണം അവൻ ഇറങ്ങി അന്തസ്സായിട്ട് ഞെളിഞ്ഞ് അവരെ മുമ്പിൽ കൂടെ നടക്കും. ആദ്യമായിട്ട് അവൻ ചെയ്തതെന്നുള്ളതാണ് പിന്നെ അതിനകത്ത് വരുന്നത്. അപ്പം ആദ്യത്തെ ഒരു വധമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വല്ല പ്രത്യേകത ഉണ്ടോ? പിന്നെ എന്തായാലും അവൻ മൂലം ഒരാൾ മരിച്ചു പോയതാണ്, നരഹത്യ നടത്തിയതാണ്. ആദ്യത്തെ നരഹത്യക്ക് എന്തോ പ്രത്യേകത എനിക്ക് മനസ്സിലായില്ല. അത് ആദ്യത്തെ നരഹത്യ, അവസാനത്തെ നരഹത്യ ഒന്നുമല്ല അത്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇതിനകത്ത് ഇതിൻ്റെ ബലത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ ഗുണ്ടകൾ ധാരാളമുണ്ട്, തെരുവ് ഗുണ്ടകൾ എന്ന് നമുക്ക് പറയാം. ഇവന്മാരൊക്കെ ഇതേപോലെ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നവന്മാരുണ്ട്. 307 കേസാണ്, അതായത് വധശ്രമം ആ കേസാണ്. അതിന് ചിലതിൻ്റെ ലൈഫ് വരെ കൊടുക്കേണ്ടതാണ്, അതായത് ജീവപര്യന്തം വരെ കൊടുക്കാവുന്ന 307-നകത്ത് വരും. 307 കേസിലൊക്കെ പലപ്പോഴും ഈ 10 വർഷമൊക്കെ ശിക്ഷിക്കപ്പെട്ട് ഒരുപാട് പ്രതികൾ കിടക്കും കേട്ടോ. അത് വരുന്നത് കൂടുതലും ഈ രാഷ്ട്രീയക്കാരാണ് അതിനകത്ത്, അതായത് രാഷ്ട്രീയ ഗുണ്ടകൾ നമുക്ക് പറയാവുന്നവരാണ് ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്നത്. ഈ ഉത്തരവിൻ്റെ ബലത്തിൽ യവന്മാരെല്ലാം ഇങ്ങനെ പുറത്തിറക്കിയെടുക്കാം എളുപ്പം, പെട്ടെന്ന്. ഇപ്പം ഈ കിടക്കുന്ന N ബ്ലോക്ക് ഇതങ്ങ് വരും കേട്ടോ. യവന്മാരെ എല്ലാം കിടപ്പുണ്ട് ഒരുപാടെണ്ണം. അപ്പോൾ പിന്നെ ജയിലിൽ സ്ഥലം കിട്ടും കേട്ടോ. കാരണം അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ അത്രയും അവിടെ വേക്കൻസി കിട്ടും, അത് മാത്രമാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് അവിടെ ആഹാരം കൊടുത്ത് യവന്മാരെ തീറ്റിപ്പോറ്റുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവന്മാർക്ക് അവിടെ ചെറിയ ജോലി യവന്മാർ ചെയ്യും. മാനുവൽ ലേബർ വളരെ കുറവാണ്. അവിടെ ചെയ്യുന്ന ജോലികളെന്നൊക്കെ പറയുന്നത് മിക്കവാറും ഇവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള മരച്ചീനി നടുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ വലിയ കഠിനമായ ജോലിയൊന്നുമില്ല. പാറ പൊട്ടിക്കുന്നതൊക്കെ നമുക്ക് സിനിമയിലേ ഉള്ളൂ, ഇവിടെ അതൊന്നുമില്ല. അപ്പം അതല്ലാതെ നമുക്ക് ഇത് അങ്ങനെയുള്ള ജോലിക്ക് എന്താ, അവർക്ക് ദിവസ കൂലിയുണ്ട്, ശമ്പളമുണ്ട് അവിടെ. അത് ഒരു വലിയ എന്ന് വെച്ചാൽ സാധാരണ നമ്മളിവിടെ കിട്ടുന്ന മിനിമം വേജസ് എന്ന് പറയുന്ന പോലുള്ള അതൊന്നും കിട്ടത്തില്ലെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിലുള്ള ശമ്പളമുണ്ട് കേട്ടോ. അതും വാങ്ങിക്കൊണ്ട. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവർക്ക് ഈ ശമ്പളം കൊടുത്തോളൂ. ഈ കൊടുത്തതിന് ശേഷം ഇവർക്കൊരു മാനസിക പരിവർത്തനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെ കൊണ്ട് ഈ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, അതായത് പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള ജോലികൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹോസ്പിറ്റൽസ്, അതൊക്കെ അവിടെ അത് ക്ലീൻ ചെയ്യുക കേട്ടോ. അവിടെ ഹോസ്പിറ്റൽസ് ക്ലീൻ ചെയ്യുക, അത് അതിൻ്റെ പരിസരം മുഴുവൻ വൃത്തിയാക്കുക.
കാടൊക്കെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവരെ കൊണ്ടെല്ലാം മാറ്റിക്കുക, റെഡിയാക്കുക. അവർക്ക് അതിന് കൂലി കൊടുക്കണം, ആ ജോലിക്ക് കൂലി കൊടുക്കണം, അതല്ല ഉള്ളൂ. അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലും നല്ലതോ അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുക്കുന്നതിലും നല്ലതോ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? ഈ സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നടത്തുമ്പോൾ പൊതുജനങ്ങളുമായിട്ടൊക്കെ ഉള്ള സമ്പർക്കമൊക്കെ വരുമ്പോൾ ഒരുപാട് മാനസിക പരിവർത്തനം ഉണ്ടാകാനുള്ള ഒരു ഇടയുണ്ട്. അതേ ഉള്ളൂ. കാരണം ആളുകൾ കാണുന്നു ഇവരെ അവൻ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ നിന്ന് ജോലി ചെയ്യുന്നു, ശരിയാ, നല്ല വീട്ടിൽ കഴിഞ്ഞവനാ, അതാണ്ട് ഇപ്പോൾ അതാണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആളുകളുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ ഇവനൊരു മനപ്രയാസം, ഒരു മാനസിക പരിവർത്തനത്തിന് തന്നെ ഇനി മേലാൽ ഇതിലോട്ട് വരരുത് ഇങ്ങനെ എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവും. നേരെ മറിച്ച് ഇതിനകത്ത് കിടന്നിട്ട് അവനെ ഇതേപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഈ ഇതുപോലെ ഒരു നരഹത്യ നടത്തുന്ന ഒരുത്തനെ 5-6 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരുത്തൻ അത് 3 വർഷം, അത് 3 വർഷം പിന്നെ ജയിലിലെ ആ പീരീഡ് എല്ലാം കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 2 വർഷത്തിന് മേളിൽ കാണും, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല നടപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോൾ റിപ്പബ്ലിക് ഡേക്കോ അല്ലെങ്കിൽ ഗാന്ധി ജയന്തിക്കോ അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേക്കോ ഒക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. എന്താ അറിയോ, ഇത് ഇത്രയും ഇവർക്ക് 6 മാസം ഇളവ്. ഉടനെ ഇങ്ങനെയുള്ള ഇളവൊക്കെ ഇത് ഉണ്ട്, കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഇളവുകളെല്ലാം കിട്ടുമ്പോഴാണ് ഈ വരുന്നത് ഈ 6 വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് അവനെ ഇറക്കി വിടുമ്പോൾ, ഈ പകുതി കഴിഞ്ഞിട്ട് ഇറക്കി വിടുമ്പോൾ അവനൊരു 2 വർഷത്തിൽ താഴെ കിടന്നാൽ മതി ജയിലിൽ. ഒരു നരഹത്യ നടത്തിയ ഒരുത്തനാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയ ഗുണ്ടകളാണ് ഈ 307 കേസിലെ പ്രതികൾ. 307 വധശ്രമം, കാരണം അത് ഈ ഇഷ്ടംമാതിരി കേസുണ്ട്, ഒരുപാടുണ്ട്. ആളുകളെ റോഡ് എടുത്തിട്ട് ചവിട്ടുക, കേട്ടോ, അത് ഇതുപോലെ ഒഴിക്കുക, ചവിട്ടിയെല്ലാം ഒടിക്കുക, അവനെ അടിച്ച് മണ്ട പൊട്ടിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് കിട്ടുന്നത് അതായത് വധശ്രമത്തിനുള്ള കേസാണ് 307. അതിലെ പ്രതികൾക്ക് ചിലപ്പോൾ 10 വർഷം വരെയൊക്കെ ശിക്ഷ കിട്ടുന്നവരുണ്ട്. അതുപോലെ ആയുധം കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുക, ഇതൊക്കെ ഈ വടിവാള ഒക്കെ വെച്ചങ്ങ് വെട്ടുകയല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന ശിക്ഷ ഈ 10 വർഷം ഒരുത്തിന് കിട്ടിയെന്നിരിക്കട്ടെ, അല്ലേ ഒരു 8 വർഷം കിട്ടിയെന്നിരിക്കട്ടെ, അതേ ഉള്ളൂ. കാരണം ഒരു 7 വർഷം ഒക്കെ കൊടുക്കാറുണ്ട് ഈ 307-നകത്ത്. അത് കൊടുക്കുന്നവന് ഈ വാങ്ങിക്കൊണ്ട് അവൻ ചെയ്യുന്നത് എന്തെന്നറിയാം, അവൻ ഒരുപാട് കേസ് ചെയ്ത് കാണും. പക്ഷേ ആ കേസ് അതെല്ലാം കേസ് വെറുതെ വിട്ടതായിരിക്കും പലപ്പോഴും, തെളിവില്ലാതെ, അങ്ങനെയൊക്കെ വരും. പക്ഷേ ഫസ്റ്റ് ഒഫൻഡർ എന്ന് അവനെ ഇവിടെയും പറയും. നമുക്ക് എന്താണെന്നറിയാം, കൺവിക്ഷനായി എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഒഫൻഡർ, കൺവിക്ഷൻ അല്ലെങ്കിൽ ഒരുത്തൻ കുറ്റം ചെയ്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഒരുത്തനെ കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവനെ ഗിൽറ്റി ആണെന്ന് ഫൈൻഡ് ചെയ്ത് കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു കൺവിക്ഷൻ അവനുണ്ട്. ഇനി അതിന് മുമ്പ് ഒരുപാട് കേസുകൾ അവൻ്റെ ഉണ്ടായിരിക്കും. പക്ഷേ അവൻ പറയും ഇതെല്ലാം ഞാൻ നിരപരാധി, മൊത്തം ഈ നിരപരാധി ഒരുപാട് ഇവന്മാരെല്ലാം ഭയങ്കര നിരപരാധികളാണ് കേട്ടോ. ഈ അടിച്ച് വല്ലവൻ്റെ എല്ലാം അടിക്കുന്നവനൊക്കെ അങ്ങ് നിരപരാധിയാണ് മുഴുവൻ. അപ്പോൾ അവർ എല്ലാം നിരപരാധികളാണ്, വെറുതെ കൊണ്ടുവന്നിരുന്ന ആ കേസിനകത്ത് എന്നുള്ള ഒരു ധാരണ, ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആദ്യം അവൻ എത്ര ഒഫൻസ് കമ്മിറ്റ് ചെയ്താലും അത് ഇതിൽ എടുക്കാൻ ഒക്കത്തില്ല. കാരണം അവന് കുറ്റം ചെയ്തതായിട്ട് കണ്ടിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവന് ആൻറ്റിസിഡൻസ് ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ശിക്ഷിച്ചാൽ മാത്രം നമുക്ക് പറയാം ആൻറ്റിസിഡൻസ് ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഒന്നും പറയാൻ ഒക്കത്തില്ല. ഇങ്ങനെയുള്ളപ്പോൾ അവൻ പ്ലീഡ് ചെയ്യും, അവൻ ബാധിക്കും, അവനെ ഇത് ഫസ്റ്റ് ഒഫൻഡറാണ് ഞാൻ, മറ്റേത് അതൊക്കെ എന്നെ കള്ളമായിട്ട് പ്രതികർത്തിയേക്കുന്നതാണ്, അതിലൊന്നും ഞാനുള്ളതല്ല, കോടതി ശിക്ഷിച്ച ഒന്നുമില്ല വേറെ എന്ന് പറയാം. ആദ്യത്തെ ശിക്ഷ എന്നുള്ള രീതിയിലേക്ക് ഇത് മാറും. അതാണ് പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഒഫൻഡർ എന്ന് പറഞ്ഞാൽ ആദ്യമായി കുറ്റം ചെയ്തെന്ന് വേണം, അതാ പ്രശ്നം. കുറ്റം ചെയ്തെന്ന് കോടതി ഉണ്ടാലല്ല കുറ്റം ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കുറ്റം ചെയ്തെന്ന് എങ്ങനെ പറയും? അല്ലെങ്കിൽ അവൻ വോളണ്ടറി ആയിട്ട് കൺഫസ് ചെയ്യണം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്, ഞാൻ ഇതുപോലെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. ഇങ്ങനെ അല്ലാതെ എന്നിട്ട് ആ രീതിയിലാണെങ്കിൽ മാത്രമല്ല കുറ്റം ചെയ്തെന്നൊരു തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമായി കുറ്റം ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അവനൊരു 50 കേസുള്ള ഈ ഗുണ്ടകളുണ്ട്, ഈ 50 കേസും അവനും വിട്ടതായിരിക്കും, ഈ 51ാമത്തെ കേസ് മാത്രമായിരിക്കും അവന് ശിക്ഷിച്ചേക്കുന്നത്. അപ്പോൾ ഈ 50 എണ്ണത്തിനും ഉണ്ട് എങ്കിൽ പോലും അവൻ കുറ്റം ചെയ്തെന്ന് പറയാൻ ഒക്കത്തില്ല നമുക്ക്. ആദ്യത്തെ കുറ്റകൃത്യമാണ് ഇത്, ഈ ശിക്ഷ എന്ന് പറയാം. ആ രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അകത്ത് കിടക്കുന്ന രാഷ്ട്രീയക്കാരെ, അതായത് ഈ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഗുണ്ടകളെ, അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരിക്കും പലപ്പോഴും. പെയ്ഡായിട്ടുള്ള ഗുണ്ടകളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ പല കേസുകളിലും അതായത് ഈ കൊലക്കേസുകളിലും ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പ്രതികളുടെ വീടുകളിലേക്കുണ്ടല്ലോ
അവരുടെ വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഉണ്ട്, സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ചെലവ് അവർ കൊടുക്കുന്നുണ്ട് പലരും. പിന്നെ അതിൽ കൊളരാത്തവന്മാരെ അവർ കൊടുക്കത്തുമില്ല. ഇനി അവനെ ഉപയോഗിക്കാൻ, അതായത് അതിന് പറയുന്ന പേര് പോലും ഉണ്ടായിരുന്നു, മാടിനെ വെട്ടുന്ന ചടങ്ങുണ്ടെന്നാണ്. മാടിനെ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരുത്തനെ വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞത് അങ്ങനെ ആ രീതിയിലാണ്. അവർ ആ രീതിയിൽ തീറ്റിപ്പോറ്റുന്ന ആളുകളുണ്ട്, ഒരുപാട് പേര് രാഷ്ട്രീയ പാർട്ടികൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വെളിയിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇത് മാറും. കാരണം 307 ഇവരെ ഏറ്റവും കൂടുതൽ 326-നകത്തും 307-നകത്തും ഒക്കെ പ്രതികളാകുന്നത്. 326 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കലാണ്. മറ്റേത് 324 എന്ന് പറയുന്ന ആയുധം കൊണ്ട്, ഇതും ആയുധം കൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കലാണ്. ഇതും ആയുധം കൊണ്ട് സാധാരണ ഉള്ള പരിക്കാണെന്നുണ്ടെങ്കിൽ 324 വരുള്ളൂ. അതിനൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിൽ കൂടുതലൊന്നും അതിന് ശിക്ഷ കൊടുക്കത്തില്ല കേട്ടോ. 1 വർഷം അതായിരിക്കും കൊടുക്കുന്നത്. 324 കൊടുക്കും. വാള കൊണ്ടൊക്കെ വെട്ടുന്ന, പക്ഷേ അവൻ്റെ എല്ലൊന്നും ഓടിച്ചിട്ടില്ല, പല്ല് പോയിട്ടില്ല, തല പൊട്ടിയിട്ടില്ല, ബോണൊന്നും പൊട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് 324 മാറും. പക്ഷേ ഇതുപോലെ ഗുരുതരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പരുക്കാണെന്നുണ്ടെങ്കിൽ അത് 326 ആവും. ഈ 326 ഒക്കെ വരുമ്പോൾ അത് വരുമ്പോൾ അതിന് ഒക്കെ കൊടുക്കുന്ന ശിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു 4 വർഷം 5 വർഷമൊക്കെ മാക്സിമം കൊടുത്തെന്നിരിക്കും. അതും മജിസ്ട്രേറ്റ് കോടതിയിൽ അതൊന്നും കൊടുക്കുകയല്ല കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ ഒരു 3 വർഷം ഇത്രയൊക്കെ കൊടുക്കാൻ പോകുന്നത് ശിക്ഷ. ഇത് കൊടുക്കുമ്പോൾ അവനെ 1 വർഷത്തിന് മുമ്പ് അകത്ത് അവൻ ഇറങ്ങി വരും. ഈ എല്ലൊടിഞ്ഞവൻ അവൻ മുടന്തനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവൻ നോക്കുമ്പോൾ മറ്റൊരു നല്ല സിമ്പിളനായിട്ട് റെഡിയായി അവൻ്റെ മുമ്പിൽ കൂടെ ഇറങ്ങി പോകും. അപ്പോൾ ഇത് കോടതി അത് കണ്ട് മനസ്സിലാക്കി തീരുമാനിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ ചട്ടങ്ങളൊന്നും കാര്യമൊന്നുമില്ല. ഇത് സർക്കാരിന് വേണ്ട ഇഷ്ടമുള്ള ആളുകളെ പുറത്തിറക്കാനുള്ള ഒരു തീരുമാനം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുമെന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അല്ലാതെ ഒരു ഉപയോഗം ഇതുകൊണ്ട് മാനസിക പരിവർത്തനമൊന്നും ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ, ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ചിലത് വരും. കൊലപാതകത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അബദ്ധം പറ്റുന്നതാണ്. പലപ്പോഴും അത് വരും. അവർക്ക് കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റാത്ത പോയതുകൊണ്ട് മാത്രം അവർ ശരിയായ രീതിയിൽ അവരുടെ കേസ് നടത്താത്തത് കൊണ്ട് മാത്രമാണ് അവർ 302 അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടുന്നത്. ഇല്ല, അവർ 304 പോകേണ്ട ഒരുപാട് കേസുകൾ നമുക്കറിയാം. 302 ആയിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരുപാട് കേസുകളുണ്ട്. യഥാർത്ഥത്തിൽ 304 ആയി പോയനെ നന്നായിട്ട് ആ കേസ് നടത്തിയിരുന്നെങ്കിൽ ജഡ്ജിക്ക് തനിച്ചൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അയാളുടെ മുമ്പിൽ ആ ഫാക്ട്സ് കൊണ്ടുവരാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലെ പ്രതികൾക്കൊക്കെ, അതായത് ഇതുപോലെ ഈ അവർക്ക് എന്ന് പറഞ്ഞാൽ ലൈഫാണ്, അവർക്കിത് കിട്ടത്തില്ല, ഇതിൻ്റെ ഉപയോഗം കിട്ടത്തില്ല. പലപ്പോഴും ഈ കൊലപാതകം നടത്തിയ കേസുകളിലെ പ്രതികൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം പലപ്പോഴും കിട്ടാൻ അർഹതയുള്ളത്. അവർക്കിത് കിട്ടുന്നില്ല. നേരെ മറിച്ച് രാഷ്ട്രീയമായിട്ട് അവർ കണ്ടവനെയൊക്കെ എടുത്തിട്ട് അടിക്കുക, അവൻ്റെ എല്ലൊടിക്കുക, തല അടിച്ചു പൊട്ടിക്കുക, ഇതൊക്കെ വരുമ്പോൾ 307 ഇട്ടെടുക്കുന്ന പ്രതികൾക്ക് ഉള്ള ശിക്ഷയിൽ രാഷ്ട്രീയക്കാരാണ് ഇതിനകത്ത് കൂടുതൽ. അല്ലാത്തവർ വളരെ കുറവാണ് 307 ഉള്ളത്, വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ആർക്കാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസാണ് ഈ വന്നേക്കുന്നത് എന്ന് വേണം കരുതാൻ. അതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം സമൂഹത്തിനില്ല. നമ്മുടെ ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ചിടത്തോളം അത് വരുമ്പോൾ കോടതി തീരുമാനിക്കേണ്ട കാര്യം എടുത്ത് വെച്ച് എക്സിക്യൂട്ടീവ് തീരുമാനിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും. അതാണ് ഇതിലുള്ളത്.